സോ നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേസിക് ഡിസൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വിഡ്രോവൽ ഡിസൈനിൽ AB ഡിസൈനും ABA ഡിസൈനും നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് AB ഡിസൈനാണ്. അപ്പോൾ നമ്മളിതിൽ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇപ്പം AB C എന്നോ അല്ലെങ്കിൽ ABC എന്നോ അങ്ങനെ പല ഇൻ്റർവെൻഷൻസും കൊടുത്ത് അങ്ങനെ അതുപോലെ ബേസ് ലൈനിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഡിസൈൻസ്, അങ്ങനെ ഒരുപാട് ഡിസൈൻസുകൾക്ക് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള 3 ഡിസൈൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഇവിടെ എന്തായിരിക്കും, ഇത് ഒരു ആൾട്ടർനേറ്റീവ് പാറ്റേണിലുള്ള ഒരു ഡിസൈനാണ് AB ഡിസൈൻ എന്ന് പറയുന്നത്. സോ ആദ്യം A എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ബേസ് ലൈൻ ഫേസ് ആണ്. B എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നു, വീണ്ടും A വരികയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഡ്രോവലാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഇൻ്റർവെൻഷൻ ഒന്നും കൊടുക്കാതെ ബേസ് ലൈനിൽ എങ്ങനെയാണോ ആ ഒരു ബിഹേവിയറൽ ഒബ്സർവേഷൻ നടത്തുകയാണ് ഇവിടെ. ദെൻ വീണ്ടും B വരികയാണ്. B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻ്റർവെൻഷൻ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ഒരു ഇൻ്റർവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഓൾട്ടർനേറ്റീവ് പാറ്റേണിലൂടെയുള്ള ഒരു ഡിസൈനെയാണ് നമ്മൾ AB ഡിസൈൻ എന്ന് പറയുക. അപ്പം ഇത്രയാണ് വിഡ്രോവൽ ഡിസൈനിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിസൈനാണ് റിവേഴ്സൽ ഡിസൈൻ. റിവേഴ്സൽ ഡിസൈനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ ഒരു സിംഗിൾ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ക്രേയിങ് ബിഹേവിയർ ആണെങ്കിൽ ക്രേയിങ് ബിഹേവിയർ, ടോക്കിംഗ് ബിഹേവിയർ ആണെങ്കിൽ ടോക്കിംഗ് ബിഹേവിയർ. എന്നാൽ റിവേഴ്സൽ ഡിസൈനിൽ 2 ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സ് പ്ലസ് ഇൻകോമ്പാറ്റിബിൾ ബിഹേവിയേഴ്സ്. ഇൻകോമ്പാറ്റിബിൾ ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരസ്പരം ചേർച്ചയില്ലാത്ത അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത 2 ബിഹേവിയേഴ്സ്, 2 ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്നുണ്ടാവുക. ഇവിടെ 2 ബിഹേവിയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ ബിഹേവിയേഴ്സിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ക്രേയിങ് ബിഹേവിയറിനെ പ്രൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടോക്കിംഗ് ബിഹേവിയറിന്, അല്ലെങ്കിൽ 2 ബിഹേവിയർ ഉണ്ടല്ലോ, അപ്പോൾ ടോക്കിംഗ് ബിഹേവിയറിന് നമ്മൾ വേറെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ കൊടുക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ആൻഡ് ഓൾസോ ഈ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു ബിഹേവിയറിന് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഫേസിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫേസിൽ മറ്റേതിന് കൊടുക്കും. അങ്ങനെ റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. സോ അത്തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ റിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ വിഡ്രോവൽ ഡിസൈനിൽ നിന്നും മാറി റിവേഴ്സൽ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 2 ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സിന് ഇവിടെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ടോക്കിംഗ് ബിഹേവിയർ ആണ്, രണ്ടാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ക്രേയിങ് ബിഹേവിയർ ആണ്. സോ 2 ഓൾട്ടർനേറ്റീവ് ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിന് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ ഇതിനൊരു 2 ഫേസുകളിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഒരു ബിഹേവിയറിനെ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. സോ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. സോ ഇവിടെ 2 ബിഹേവിയറിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ടോക്കിംഗ് ബിഹേവിയറിന് മാത്രമാണ് ഇൻ്റർവെൻഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടീൻ്റെ ക്രേയിങ് ബിഹേവിയർ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഓക്കെ, അപ്പം ഒരൊറ്റ ബിഹേവിയറിന് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ബിഹേവിയറൽ ഒബ്സർവേഷനാണ്, ടോക്കിംഗ് ഇൻക്രീസ് ചെയ്യും, ക്രേയിങ് ഡിക്രീസ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്, റിവേഴ്സൽ ഡിസൈൻ ആണല്ലോ. സോ റിവേഴ്സ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടക്കുക. അതായത് ഈ ഒരു കേസിൽ ക്രേയിങ് ബിഹേവിയർ എന്ത് ചെയ്യും, ക്രേയിങ് ബിഹേവിയറിനെയാണ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, ടോക്കിംഗ് ബിഹേവിയർ ഇഗ്നോർ ചെയ്യും. സോ റിവേഴ്സ് ചെയ്തു. സോ ക്രേയിങ് ബിഹേവിയർ റീൻഫോഴ്സ് ചെയ്തു, ടോക്കിംഗ് ബിഹേവിയർ അവിടെ ഇഗ്നോർ ചെയ്യാണ്, അതായത് ട്രീറ്റ്മെൻറ്റ് റിവേഴ്സ് ചെയ്യാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ എത്രയാണ് റിവേഴ്സൽ ഡിസൈനിൽ പറയുന്നത്, 2 ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സിനെ ഫോക്കസ് ചെയ്യും. ഈ ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഡിഫറെൻറ്റ് ഫേസുകളിൽ. സോ ഇതിനെയാണ് റിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുക. ഇതിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം 2 ബിഹേവിയർ എന്ന് പറയുന്നത് ഇവിടെ എടുത്തിട്ടുള്ളത് സിറ്റിംഗ് സ്റ്റിൽ എന്ന് പറയുന്ന ബിഹേവിയറും റണ്ണിങ് എറൗണ്ട്, അതായത് ഒരു ക്ലാസ്സിൽ കുട്ടി സ്റ്റില്ലായിട്ട് ഇരിക്കുന്നതും അതേപോലെ തന്നെ ക്ലാസ്സിൽ ഓടി കളിക്കുന്നതുമായിട്ടുള്ള 2 ബിഹേവിയറിനെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ബേസ് ലൈൻ ഫേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഇൻ്റർവെൻഷൻ ഒന്നും കൊടുക്കാതെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫേസാണ് അല്ലേ. അപ്പം അങ്ങനെ ഫേസ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കുട്ടി ഒരു ആവറേജ്
ഒരു 30 മിനിറ്റ് സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി 5 മിനിറ്റ് എന്ത് ചെയ്തു, ആ കുട്ടി സിറ്റ് സ്റ്റിൽ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ കാണിച്ചു. അതേപോലെ തന്നെ 10 മിനിറ്റ്, ഒരു ആവറേജ് 10 മിനിറ്റ് ആ കുട്ടി ക്ലാസ്സിൽ ഓടി കളിക്കുകയാണ്. അങ്ങനെയാണ് ബേസ് ലൈൻ ഒബ്സർവേഷൻ ഉണ്ടായത്. ഈ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഇവിടെ 2 ബിഹേവിയർ ഉണ്ട്. അവിടുത്തെ ഒരു ബിഹേവിയറിന് മാത്രമേ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുള്ളൂ. ആ റീൻഫോഴ്സ്മെൻറ്റ് സിറ്റിംഗ് സ്റ്റിൽ എന്ന് പറയുന്ന ബിഹേവിയറിന് റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു. അപ്പം ഓരോ തവണ കുട്ടി ഇരിക്കുന്ന സമയത്തും കുട്ടിക്ക് റിവാർഡ് കൊടുക്കുകയാണ്. ഒരു സ്റ്റിക്കർ പോലെ അല്ലെങ്കിൽ കുട്ടിക്ക് പ്രൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇനി രണ്ടാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇഗ്നോർ റണ്ണിങ് എറൗണ്ട് എന്നുള്ളതാണ്. ആ ഫസ്റ്റ് ഫേസിൽ രണ്ടാമത്തെ ബിഹേവിയർ ആയിട്ടുള്ള റണ്ണിങ് ബിഹേവിയറിന് പ്രത്യേകിച്ച് അറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കുട്ടി ക്ലാസ്സിൽ ഓടുന്ന സമയത്ത് നോ അറ്റൻഷൻ ഈസ് ഗിവൺ വെൻ ദേ റൺ എറൗണ്ട്. ഓക്കെ, എന്നിട്ട് ഒബ്സർവേഷൻ നടത്തുകയാണ്. രണ്ടാമത്തേതാണ് ഫേസ് 2 അല്ലെങ്കിൽ ഈ റിവേഴ്സൽ ഫേസിൽ ഫസ്റ്റ് ഫേസിൽ കൊടുത്തതിൻ്റെ നേരെ ഉൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് റണ്ണിങ് എറൗണ്ട് എന്ന് പറയുന്ന ബിഹേവിയറിനും അവിടെ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഇപ്പം ആ കുട്ടി ക്ലാസ്സിൽ ഓടി കളിക്കുന്ന സമയത്ത് കുട്ടീനെ ക്ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചിയറപ്പ് ചെയ്യുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ചെയ്യപ്പെടുകയാണ് അവിടെ. അതേപോലെ ഇഗ്നോർ സിറ്റിംഗ് സ്റ്റിൽ. അപ്പോൾ രണ്ടാമത്തെ ബിഹേവിയർ ആയിട്ടുള്ള സിറ്റിംഗ് സ്റ്റിൽ എന്ന് പറയുന്ന ബിഹേവിയറിന് എന്ത് ചെയ്യാണ്, ഇഗ്നോർ ചെയ്യണം. അങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഡിസൈനെയാണ് നമ്മൾ റിവേഴ്സൽ ഡിസൈൻ എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 ഓൾട്ടർനേറ്റീവ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. ആ ബിഹേവിയേഴ്സിനെയാണ് ഇവിടെ കൊടുക്കുക. സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഓരോ ഫേസിലും ട്രീറ്റ്മെൻറ്റിനെ റിവേഴ്സ് ചെയ്യപ്പെടുന്ന ഡിസൈൻസിനെയാണ് നമ്മൾ റിവേഴ്സൽ ഡിസൈൻ എന്ന് പറയാം. ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ. മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ബേസ് ലൈനിലെയാണ് ഫോക്കസ് ചെയ്യുക. സോ ബിഫോർ അപ്ലൈയിങ് എ ട്രീറ്റ്മെൻറ്റ്, ഒരു ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ ബേസ് ലൈൻസ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പം അത് ഈ ടൈപ്സ് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ മൂന്നാമത്തെ ഡിസൈനാണ് മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ. ഹിയർ എസ്റ്റാബ്ലിഷസ് മൾട്ടിപ്പിൾ ബേസ് ലൈൻസ് ബിഫോർ സീക്വൻഷ്യലി അപ്ലൈയിങ് ദ ട്രീറ്റ്മെൻറ്റ്. ഒരു ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മൾട്ടിപ്പിൾ ബേസ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അത് 3 ടൈപ്സ് ആണ്. ഒന്ന് എക്രോസ് ബിഹേവിയേഴ്സ്, എക്രോസ് സബ്ജക്റ്റ് ആൻഡ് എക്രോസ് കണ്ടീഷൻ ഓർ എൻവയോൺമെൻറ്റ്. എക്രോസ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ എക്രോസ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സിനെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ കേസിൽ സിംഗിൾ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിൻ്റെ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സ്, ഇപ്പോൾ ഒരു കുട്ടീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ക്രൈം ബിഹേവിയർ, അതേപോലെ തന്നെ കുട്ടീൻ്റെ ടോക്കിംഗ് ബിഹേവിയർ, അല്ലെങ്കിൽ നെയിൽ ബൈറ്റിംഗ് ബിഹേവിയർ, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സിനെ നമ്മൾ ബേസ് ലൈൻ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബേസ് ലൈൻസ്, സിംഗിൾ പാർട്ടിസിപ്പൻസിൽ തന്നെ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സിൻ്റെ ബേസ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡിസൈൻസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബേസ് ലൈൻ എക്രോസ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ലൈൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സെവറൽ കോമ്പാറ്റബിൾ ബിഹേവിയേഴ്സ്. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടിസിപ്പൻറ്റിൻ്റെ, സിംഗിൾ സബ്ജക്റ്റിൻ്റെ പല ബിഹേവിയേഴ്സും നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബേസ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എക്രോസ് ബിഹേവിയേഴ്സ് എന്ന് പറയുക. ഇനി എക്രോസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ ഒരു പാർട്ടിസിപ്പൻറ്റ്, രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റ്, മൂന്നാമത്തെ പാർട്ടിസിപ്പൻറ്റ്, ഈ ഓരോ പാർട്ടിസിപ്പൻറ്റിനും നമ്മൾ ഒരു സെയിം ബിഹേവിയർ, ഇപ്പോൾ ക്രൈയിങ് ബിഹേവിയർ ആണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ക്രൈയിങ് ബിഹേവിയർ ആണ് നോക്കുക. അതേപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സെയിം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അത്തരത്തിലുള്ളതിനെയാണ് എക്രോസ് സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുക. സോ എക്രോസ് സബ്ജക്റ്റ് മൾട്ടിപ്പിൾ ബേസ് ലൈൻ എന്ന് പറയുക. സോ അവിടെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ സെയിം ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ടു ദ സെയിം ബിഹേവിയർ ഇൻ മൾട്ടിപ്പിൾ പാർട്ടിസിപ്പൻസ്. സോ ഇവിടെ ഒന്നിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ ഒന്നിൽ കൂടുതൽ പാർട്ടിസിപ്പൻസിനും സെയിം ബിഹേവിയർ ആണ് നോക്കുന്നത്. സെയിം ബിഹേവിയറിൽ സെയിം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ബേസ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ അതാണ് എക്രോസ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി എക്രോസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാലോ, എക്രോസ് കണ്ടീഷൻസ് ഓർ എൻവയോൺമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ സെയിം ബിഹേവിയർ ആണ്
ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ സെയിം ബിഹേവിയർ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ ബേസ് ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതായത് സെയിം ബിഹേവിയർ ഈസ് ടാർഗറ്റഡ് അക്രോസ് ഡിഫറെൻറ്റ് സെറ്റിങ്സ് ഓർ എൻവയോൺമെൻറ്റ്സ്. അതായത് മൾട്ടിപ്പിൾ പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ട് ഓരോ സിംഗിൾ സബ്ജക്ട്സ് അല്ലേ, സിംഗിൾ സബ്ജക്ട്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അവരുടെ സെയിം ബിഹേവിയർ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അക്രോസ് കണ്ടീഷൻസ് ഓർ എൻവയോൺമെൻറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സ്റ്റഡിങ് ബിഹേവിയർ ഇൻ പേഷ്യൻസ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് റൂംസ്. അപ്പം ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റപ്പ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ഓരോ ഡിഫറെൻറ്റ് റൂംസിലായിരിക്കും. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് റൂംസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ അവർ ഒക്യുപ്പൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിലാണ് അല്ലേ. ഇങ്ങനെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ നിന്നും ഈ പേഷ്യൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാൻ പറ്റും, അക്രോസ് കണ്ടീഷൻ ഓർ എൻവയോൺമെൻറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഡിസൈൻസ് എന്ന് പറയുന്നത്. ഈ ബേസിക് ഡിസൈൻസ് നമ്മൾ മെയിൻലി 3 എണ്ണമാണ്: അക്രോസ് ബിഹേവിയേഴ്സ്, അക്രോസ് സബ്ജക്റ്റ്, അക്രോസ് കണ്ടീഷൻ ഓർ എൻവയോൺമെൻറ്റ്. മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്സ്. അപ്പം ജനറലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻസ് 3 ബേസിക് ഡിസൈൻസ് ആയിട്ടാണ് പറയാറുള്ളത്. എക്സാമിനിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല എങ്കിൽ കൂടിയും നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട ഒരു പോയിൻ്റാണ് അതിൽ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഡിസൈൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതാതെ ഓരോന്ന് മെൻഷൻ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ നന്നായിരിക്കും. സോ ഇങ്ങനെ എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് എഴുതുക. അപ്പോൾ മെയിൻലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ്, ബേസിക് ഡിസൈൻസ് ആണ്: വിഡ്രോവൽ ഡിസൈൻ, റിവേഴ്സൽ ഡിസൈൻ, മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ. ഈ ഓരോന്നിലും ഈ ടൈപ്സ് ഉണ്ട്: AB ഡിസൈൻ, BA ഡിസൈൻ, AB ഡിസൈൻ ഉള്ളത്. ദെൻ രണ്ടാമതാണ് റിവേഴ്സൽ ഡിസൈൻ. നമ്മൾ പറഞ്ഞു 2 ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാവുക. മൾട്ടിപ്പിൾ ബേസ് ലൈൻ ഡിസൈൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇതൊന്നും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ഡിസൈൻസൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിൻ്റെ സ്ട്രെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് സബ്ജക്റ്റിനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാം അല്ലേ. അപ്പം ഇവിടെ സിംഗിൾ സബ്ജക്റ്റിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ ആണെങ്കിൽ കൂടി നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും അപ്രോച്ചസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സേവ്സ് മച്ച് ടൈം വെൻ കമ്പയറിങ് ടു ലാർജ് ആൻഡ് ഡിസൈൻ. നമ്മൾ ലാർജ് ആൻഡ് ഡിസൈൻസിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിന് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കാരണം നമുക്ക് ഒരു സിംഗിൾ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിസിപ്പിനെ മാത്രം എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എന്നാൽ ലാർജ് ആൻഡ് ഡിസൈൻ എടുക്കുന്ന സമയത്ത് എന്തായാലും നമ്പർ ഓഫ് സാമ്പിൾസ് അല്ലെങ്കിൽ അതിലെടുക്കുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. അപ്പം അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഒരു എക്സ്റ്റെൻഡിൽ നമുക്ക് സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ടൈം സേവിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണെന്ന് പറയാം. എന്നാൽ ഈ സെയിം സാധനം മറ്റൊരു എക്സ്റ്റെൻഡിൽ എന്താണ്, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്കപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത പോയിൻ്റാണ് റിസർച്ചർ. ഇവിടെ ഒരു സിംഗിൾ പാർട്ടിസിപ്പൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ റിസർച്ചർക്ക് ആളുടെ എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ല, ഒരു സിംഗിൾ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആൾ ഒക്യുപ്പൈ ചെയ്യുന്ന ആ എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഈസിയർ ആയിട്ട് റിസർച്ചർക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ ഈസിയർ ആയിരിക്കും അല്ലേ. അടുത്തതാണ് എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചേഴ്സ് ക്യാൻ ഓൾസോ ക്യാരീഡ് ഔട്ട് വിത്ത് ദ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ. ഇപ്പം എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ കേസിലും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഒക്കെ കേസിൽ
നമുക്ക് ഈ ഒരു സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വൈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇപ്പം ഒരു ഫിനോമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഉള്ള വൈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ പോസിബിൾ ആവുന്ന റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എന്നാൽ ആ ഒരു ഫിനോമിനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക, പെരിഫറൽ ലെവൽ വൈ അല്ല വാട്ട് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുക. സോ ഇങ്ങനെയുള്ള റിസർച്ചിൻ്റെ കേസുകളിലൊക്കെ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. വേറെ ഒരു സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്, സിംഗിൾ സബ്ജക്റ്റ് റിസർച്ചിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലാതെ ഡിപെൻഡൻറ്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ അല്ലേ. അപ്പം സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിൽ കുറച്ചും കൂടി എക്സ്ട്രേനിയസ് വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ വീക്ക്നെസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ഇൻഅപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റുവേഷനിലും അല്ലെങ്കിൽ എല്ലാ റിസർച്ചുകളിലും നമുക്ക് ഈ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ ആപ്ലിക്കബിൾ അല്ല. ഇപ്പം സർവേ റിസർച്ചിൽ എക്സ്പോസ് ഫാക്ടർ റിസർച്ചിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സർവേസ് റിസർച്ച് ഒക്കെ അറിയുന്നുണ്ടാവും അല്ലേ, ഒരുപാട് മാസമായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരിൽ നിന്നും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തേഡ് അല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിലൊരു പുതിയൊരു ലോ കൊണ്ടുവരാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സർവേ എടുക്കാറുണ്ട്. സോ അത്ര അധികം ആൾക്കാരിൽ നിന്നും ഒരേ ടൈമിൽ നമുക്ക് സർവേ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ ഒരാളുടെ നിന്ന് മാത്രം നമ്മൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഒപ്പീനിയൻ നോക്കിയതുകൊണ്ട് ഒന്നും ആവില്ല അല്ലേ. അപ്പോൾ എല്ലാ കേസിലും ഈ ഒരു റിസർച്ച് അപ്രോപ്രിയേറ്റ് അല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ചാണ്. ഒരു ഫാക്ട് സംഭവിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന റിസർച്ചിനെയാണ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം അല്ലെങ്കിൽ പാൻഡമിക് വന്നതിന് ശേഷം അതിൻ്റെ എഫക്റ്റ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡോ അല്ലെങ്കിൽ സുനാമിയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിംഗിൾ ഒരാളെടുത്തിട്ട് പഠിച്ചിട്ടുണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അത്രത്തോളം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ചില കേസുകളിൽ ചില ടൈപ്പ് ഓഫ് റിസർച്ചുകളിലും ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ അത്രത്തോളം പോസിബിൾ അല്ല. ഇനി അടുത്തതാണ് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്റ്റെൻഡിൽ ടൈം സേവ് ചെയ്യും, എന്നാൽ മറ്റൊരു എക്സ്റ്റെൻഡിൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള റിസർച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലാർജ് ആൻഡ് ഡിസൈൻ എടുക്കുന്ന സമയത്ത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരുപാട് ഡാറ്റ കിട്ടുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഒരാളെ ഡാറ്റയാണ് മെയിൻലി സിംഗിൾ സബ്ജക്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന് പല സമയങ്ങളിലായിട്ട് പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇൻ്റർവെൻഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരാളിൽ പലതും ചെയ്യുന്നതിനാൽ ലൈക്ക് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒബ്സർവേഷൻസിനൊക്കെ ടൈം എടുക്കും. സോ ഇത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. പിന്നെ അടുത്തതാണ് ഓർഡർ എഫക്ട്സ് എന്നുള്ളത്. അറിയുന്നുണ്ടാവും, നമ്മളിപ്പം വിഡ്രോവൽ ഡിസൈനൊക്കെ പഠിച്ച സമയത്ത് എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിസൈൻസും ഇനി അങ്ങോട്ട് സിയും ഡി ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. സോ ഓർഡറിന് നല്ലോണം ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു മെത്തേഡ് ഒരു റിസർച്ചാണ്. സോ ഓർഡറിന് നല്ല എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ റിസൾട്ട് അത് ജനറലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അത് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നൊക്കെ പറയണം. ലൈക്ക് അങ്ങനെയുള്ള റിസൾട്ട് ഓർഡർ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ജനറലൈസേഷന് ചെയ്യാനൊക്കെ കുറച്ച് ലിമിറ്റുകളുണ്ട്. അതുപോലെ തന്നെ ആ ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. സോ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടാണ് പറയുന്നത്. അടുത്തതാണ് ബേസ് ലൈൻ പ്രോബ്ലംസ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ബേസ് ലൈൻ അല്ലെങ്കിൽ ഒപ്പറൻ ലെവലിൽ നിന്ന് നമ്മൾ സിംഗിൾ സബ്ജക്റ്റ് ഡിസൈനിൻ്റെ ജനറൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. സോ അതായത് ബിഫോർ ഇൻ്റർവെൻഷൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ ബേസ് സ്റ്റാറ്റസിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയാം. സോ പ്രോപ്പറായിട്ട് നമ്മൾ ബേസ് ലൈൻ അസസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻലി നമ്മൾ ഇൻ്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇപ്പം ക്ലിനിക്കൽ സെറ്റപ്പിൽ
സ്റ്റെപ്പിലാണ് ഇത് യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു. അപ്പം ഒരു കുട്ടീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ബേസ് ലൈൻ മനസ്സിലാക്കിയാൽ മാത്രമേ ഇൻ്റർവെൻഷൻ എത്രത്തോളം എഫക്റ്റീവായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ബേസ് ലൈൻ പ്രോപ്പറായിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവെൻഷനും ബേസ് ലൈനും തമ്മിലുള്ള കമ്പാരിസണും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ബേസ് ലൈൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇറിവേഴ്സിബിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർവെൻഷൻസൊക്കെ ആണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള റിസർച്ചിൽ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പല കേസിലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് റിവേഴ്സ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കുട്ടീക്ക് ഒരു പെർട്ടിക്കുലർ സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനാണ് കൊടുത്തതെങ്കിൽ അവിടെ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലേണിംഗ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് അല്ലേ. അപ്പം ആ കുട്ടിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടീൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് റിവേഴ്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പല കേസിലും നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റിൽ നിന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തതാണ് ലാക്ക് ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പം എല്ലാ കേസിലും നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഐവിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടായത് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം ആ കുട്ടീൻ്റെ ആ ഒരു ബിഹേവിയർ നമുക്ക് കുറക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം മേ ബി കുട്ടി മിണ്ടാതിരിക്കുന്ന സമയത്ത് വല്ല റിവാർഡ്സ് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ കുട്ടി ഈ ഇൻ്റർവെൻഷൻ കൊടുത്തുകൊണ്ട് മാത്രമാവില്ല ആ ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. മേ ബി പുതിയൊരാൾ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ ബിഹേവിയർ ചിലപ്പം കാണിക്കാണ്ടിരിക്കാം, അറിയാത്തൊരാളാണ്, എന്നും വരുന്നൊരു ടീച്ചറല്ല അല്ലെങ്കിൽ ഒരാളാണ് ചെയ്യുന്നത്, മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെർട്ടനിറ്റി ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ബിഹേവിയർ ചേഞ്ച് ആയി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഷുവർ ചെയ്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തതാണ് റിസർച്ചേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. അപ്പം റിസർച്ചേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷനാണ്. അപ്പം റിസർച്ചറുടെ സബ്ജക്റ്റീവായിട്ടുള്ള ബയാസസും എക്സ്പീരിയൻസും ഒക്കെ നമ്മളെ സ്റ്റഡീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. എസ്പെഷ്യലി ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ റിസർച്ചർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് റിസർച്ചർക്ക് തോന്നുകയാണ് ഈ ഇൻ്റർവെൻഷൻ കുറച്ചും കൂടെ കുട്ടിക്ക് സ്യൂട്ടബിളായിട്ടും, അതായത് ആളുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമ്മൾ റിസർച്ചറുടെ പെർസ്പെക്റ്റീവിൽ ഇത് കുറച്ചും കൂടി സ്യൂട്ടബിളായെന്ന് തോന്നുന്ന സമയത്ത് ആൾ ഈ ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോൾ അത് ബയാസ്ഡ് ആയി എന്നുള്ളതാണ്. സോ ഇവിടെ റിസർച്ചർ മേ ഇൻട്രൊഡ്യൂസ് ഇൻ്റർവെൻഷൻ ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് ചേഞ്ചസ് ലീഡിങ് ടു ബയാസ്ഡ് റിസൾട്ട്. അപ്പം ഒബ്സർവേഷൻ വെച്ചിട്ട് മേ ബി ബയാസ്ഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഡിപ്പെൻഡൻറ്റ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടീൻ്റെ ഒരു ബിഹേവിയർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി ആയിരിക്കും. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു ബിഹേവിയറിലും മേ ബി എന്തുണ്ടാവാം, ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് ഇൻ്റർപ്രെറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കേസ് റിസർച്ചർ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നത്. സോ നെയിൽ ബൈറ്റിംഗ് കൂടാതെ ആ ഒരു സബ്ജക്റ്റിൽ കാണിക്കുന്ന മറ്റൊരു ബിഹേവിയറാണ് ഹെയർ പുള്ളിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ബിഹേവിയർ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ബിഹേവിയർ മാത്രമാണ്. സോ ഈ നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ബിഹേവിയറിൽ കുട്ടിക്ക് അത് കുറക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് റിസർച്ചർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നെയിൽ ബൈറ്റിംഗ് ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം ഹെയർ പുള്ളിംഗ് എന്ന് പറയുന്ന ബിഹേവിയറും ഡിക്രീസ് ചെയ്യാണ്. ഈവൻ ദോ നോ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് വാസ് അപ്ലൈ ടു ഹെയർ പുള്ളിംഗ്. പ്രത്യേകിച്ച് ഹെയർ പുള്ളിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നില്ല. റിസർച്ചർ ആകെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ബിഹേവിയറിൽ മാത്രമാണ്. എന്നാൽ ആളുടെ ഹെയർ പുള്ളിംഗ് എന്ന് പറയുന്ന ബിഹേവിയർ എന്ത് ചെയ്തു, കുറഞ്ഞു. പക്ഷെ അങ്ങനെ കുറയുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാണ്, നെയിൽ ബൈറ്റിങ്ങും ഹെയർ പുള്ളിങ്ങിലും
കുറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്നെസ് രണ്ടിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. രണ്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സാണ്. സോ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ആ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്കൊരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി കാരണം ഒരു സിംഗിൾ സബ്ജക്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസും അവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ലിമിറ്റേഷനായിട്ട് വരുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് ലാക്ക് ഓഫ് എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജനറലൈസേഷൻ്റെ ഒരു എക്സ്റ്റെൻറ്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുക. സോ ഇവിടെ ഒരൊറ്റ സിംഗിൾ സബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് എന്താണ്, ആ ലെസ് ജനറലൈസബിൾ, നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാനുള്ള പോസിബിലിറ്റി കുറവാണ്. അടുത്തതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റ് എന്നുള്ളത്. അപ്പം ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു അസസ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഫോർ ന്യൂ ഇൻഡിവിജ്വൽസ് നോട്ട് എക്സ്പോസ്ഡ് ടു പ്രയർ കണ്ടീഷൻ. ഇപ്പോൾ നമ്മളൊരു കുട്ടീൻ്റെ ഒരു കേസ് എടുത്തിട്ട് ആളുടെ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ കുറക്കാൻ വേണ്ടിയിട്ടോ കൂട്ടാൻ വേണ്ടിയിട്ടോ നമ്മളൊരു ട്രീറ്റ്മെൻറ്റോ ഇൻ്റർവെൻഷൻ പ്രോഗ്രാമോ ഒക്കെ നടത്തുകയാണ്. അങ്ങനെ നടത്തി നമ്മളൊരു റിസൾട്ടിലെത്തിയിട്ട് മേ ബി ആ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇൻക്രീസ് ചെയ്യേ അല്ലെങ്കിൽ കുറയുകയൊക്കെ ചെയ്തിരിക്കാം. പക്ഷേ നമ്മളൊരു അടുത്ത കുട്ടീൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കുട്ടീൻ്റെ ബിഹേവിയർ മാറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രയർ കണ്ടീഷൻസും പ്രയർ ട്രീറ്റ്മെൻറ്റും കൊടുത്തതിൻ്റെ ബേസിലാണ് നമ്മൾ മറ്റേ കുട്ടികളിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ റിസൾട്ട് പുതിയ ഒരു കുട്ടീൻ്റെ കേസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതൊരു ലിമിറ്റേഷനാണ്. റിസൾട്ട് മേ ഓൺലി അപ്ലൈ ടു ദോസ് ഹു എക്സ്പീരിയൻസ്ഡ് എയർലിയർ ട്രീറ്റ്മെൻറ്റ്സ്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നേ കൊടുത്തിട്ടുള്ള കുട്ടികളിൽ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പുതിയൊരാൾ വരുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ടു അസസ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഫോർ ന്യൂ ഇൻഡിവിജ്വൽസ്. പുതിയൊരാൾ വന്നിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് പറയാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം അവർ ആ പ്രയർ കണ്ടീഷൻസിനോട് എക്സ്പോസ് ചെയ്തിട്ടില്ല, മുന്നേ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ലെസ് ജനറലൈസേഷൻ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു സിംഗിൾ സബ്ജക്റ്റിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള സബ്ജക്റ്റിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ജനറലൈസ് ചെയ്യാം എന്ന് പറയുന്നൊരു കാര്യം പോസിബിൾ അല്ല. സോ ദീസ് ലിമിറ്റേഷൻ ഹൈലൈറ്റ് ചാലഞ്ചസ് ഇൻ എൻഷുറിങ് rigor and generalizability in single subject research. സോ സിംഗിൾ സബ്ജക്റ്റ് റിസർച്ചിൻ്റെ ജനറലൈസബിലിറ്റി ആണ് ഇതും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ സബ്ജക്റ്റിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റിസൾട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ പറയാനുള്ളത്. ഇതിന് ശേഷം ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നൊരു ഡിസൈനാണ് സ്മോൾ എൻ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ആൾ.